ഇന്നേ മുഴുവൻ കോഴി ഫ്രൈ ചെയ്യാമെന്ന്. ഇന്ന് മുഴുവൻ കോഴി ഫ്രൈ ചെയ്യാമെന്ന് പിള്ളേർ പറഞ്ഞ്. അപ്പം അന്നേരം ഇപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം അന്നേരം ഇപ്പം അവർക്ക് ഇങ്ങനെ ഒരെണ്ണം ഫുള്ളായിട്ട് ചെയ്ത് കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പോയി വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അത് ഫുള്ളായിട്ട്. അപ്പോൾ അവർ കട്ട് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവിടെ നിന്ന് ഈറിപ്പോയി. അത് പക്ഷെ നല്ലതായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പാടകളൊക്കെ കാണുമ്പോൾ എനിക്കൊരു മനമടുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ ഒന്ന് ഇതാക്കണം. എനിക്ക് കണ്ടോ ഇങ്ങനത്തെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടിടുന്നത് ഇതൊന്ന് വരയണം. ഞാനതൊന്ന് വരയാം കേട്ടോ. ഇപ്പുറത്തെ ഭാഗവും ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൈമീൻ എല്ലായിടത്തും ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അരച്ച് പറ്റുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇത് 4 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിടണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ തെങ്ങിൻ വിനാഗിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ട. ചെറുനാരങ്ങ പിഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. കൂടി ഞാൻ കൂട്ടിമഴക്കി എടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക കോൺഫ്ലവർ മോഡലുള്ളൊരു പൊടിയുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഞാൻ ആ പറഞ്ഞ പൊടി ഇത് ഞാൻ ഒരു ദിവസം കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്കിതിൻ്റെ ഇതിവിടെ ഒരു ടിന്നിലിരുന്നറിന്താ. അപ്പോൾ ഞാനത് എടുത്തിട്ടാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് ഇരുന്നറിന്താ. ടേസ്റ്റാക്കാനായിട്ട് ഒരു ശകലം വെള്ളം ഒഴിക്കാം. അധികം കൂടി പോവരുത് കേട്ടോ. ഇതുപോലുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇതാകുമ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ച് പരട്ടാനായിട്ട് നല്ലതാണ്. ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ ഈ വിടവിരിക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ല ഇതായിട്ട് പിടിച്ച് കിട്ടും. പോടാ എൻ്റെ ചിക്കൻ എത്രയാ സാധാരണ? ഒരു 2 മണിക്കൂർ എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. ഞാനിത് കുക്കറിലേക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ സബോള, ഇത്രയും സംഭവങ്ങൾ നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ടെടുക്കുക. എന്നിട്ടത് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ അരച്ചതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ചിക്കൻ വെന്തയിൽ കുറച്ച് വെളിച്ചെണ്ണയും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനതെല്ലാം കൂടി യോജിപ്പിച്ചു. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഒന്ന് പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ട് ഗരം മസാലപ്പൊടിയാണ് അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പിൻ്റെ ബാലൻസും എണ്ണയും കൂടിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രേവി നമുക്ക് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് വാടി കുറുകി വരുന്ന സമയത്ത് നമ്മൾ ആ ചിക്കൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഗ്രേവി കേട്ടോ. ഓക്കെ, താങ്ക് യു.